ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷെജി അഗസ്റ്റിൻ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് മറയൂർ വരെ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു വാട്ടർഫോൾസ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതി. ലക്കം ഫോൾസ് എന്നറിയപ്പെടുന്ന ഒരു വാട്ടർഫോൾസാണ് ഇത്. മൂന്നാർ ടൗണിൽ നിന്ന് ഏതാണ്ട് ഒരു 25 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു വാട്ടർഫോൾസാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിൻ്റെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന റോഡ് മൂന്നാർ കോയമ്പത്തൂർ റോഡാണ്. അപ്പോൾ ഈ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇരവികുളം നാഷണൽ പാർക്ക്, അത് കഴിഞ്ഞ് തലയാർ ഫാക്ടറി, അതിനുശേഷം വരുന്ന ഒരു പോയിൻ്റാണ് ലക്കം വാട്ടർഫോൾസ്. അപ്പോൾ ഇതാണ് ലക്കം വാട്ടർഫോൾസിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് പോയി നോക്കാം. ഇവിടെ ടിക്കറ്റ് ചാർജ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പോയി നോക്കാം. ഇവിടെ ടിക്കറ്റ് ചാർജ് കൊടുത്തിട്ടുണ്ട്. എൻട്രൻസ് ഫീ ₹50. അതുപോലെ ടൈമിങ്സ് കൊടുത്തേക്കുന്നത് 8 AM to 4 PM ആണ്. ഒരാൾ 50 ടിക്കറ്റ് ചാർജ്. ഇവിടെ ഈ ടൈമിങ്സ് കൊടുത്തേക്കുന്നത് 4 മണി വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യില്ല 4 മണിക്ക്. ഒരു ദിവസം 650. അപ്പോൾ 650 എത്തുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പോൾ 4 മണിക്ക് മുമ്പാണെങ്കിൽ ക്ലോസ് ചെയ്യും അല്ലേ. ഒരു ദിവസം മാക്സിമം 650 വരെ ഉള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തു. അപ്പോൾ നമുക്കിനി വാട്ടർഫോൾസിന് അങ്ങോട്ട് കുറച്ച് നടക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബോർഡ് കാണാം. ഇത് കണ്ടോ, വാട്ടർഫോൾസ്, ലക്കം വാട്ടർഫോൾസ്. അപ്പോൾ ഈ ബോർഡ് കാണാം. ലക്കം വാട്ടർഫോൾസ് 100 മീറ്ററിനൊരു ബോർഡ് കാണാം. അപ്പോൾ ഇവിടുന്ന് ഒരു 100 മീറ്റർ നമ്മൾ മുമ്പോട്ട് പോകണം. അപ്പോൾ ഏതായാലും പതുക്കെ ഒന്ന് നടന്നു നോക്കാം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കുറേ സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പ് കയറി നമുക്കിങ്ങനെ മുകളിലേക്ക് പോകാം. 100 മീറ്ററിനാണ് ഇവിടെ നമ്മൾ ബോർഡിൽ കണ്ടത്. എന്തായാലും മുമ്പോട്ട് പോയി നോക്കാം. വെള്ളത്തിൻ്റെ സൗണ്ട് കൊണ്ട് നമ്മുടെ റെക്കോർഡിംഗ് അത്ര ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസാണ്. നിങ്ങൾക്ക് കാണാം, ഇത് കേരള വനം വന്യജീവി വകുപ്പ് ഫോറസ്റ്റ് സ്റ്റേഷൻ ചട്ടമൂന്നാർ ഇരവികുളം ദേശീയോദ്യാനം. അപ്പോൾ ഇതിവിടുത്തെ ഫോറസ്റ്റ് ഓഫീസാണ്. ഇതിൻ്റെ ഈ സൈഡിൽ കൂടിയാണ് നമുക്കിങ്ങനെ പോകേണ്ടത്. ഇവിടെ ബോർഡുണ്ട്, പ്ലാസ്റ്റിക് ഫ്രീ സോൺ. അത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ പ്ലാസ്റ്റിക് അവിടെ ഇവിടെ വലിച്ചെറിയാൻ പാടില്ല. അപ്പോൾ ഇതും അതുപോലുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക് വലിച്ചെറിയാനോ നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് ഇവിടെ ഇടുകയൊന്നും ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങൾ ഇത് കണ്ടോ, ഈ വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ അരുവി പോലെ, ഒരു വാട്ടർ സ്ട്രീം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഈ ഫോൾസിലേക്ക് പോകുന്ന സ്ഥലത്തുള്ളതാണ്, പോകുന്ന വഴിക്കുള്ളതാണ്. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാം, ഇത് മുകളിൽ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അകലെ നിന്ന് തന്നെ ഈ വാട്ടർഫോൾസ് കാണാം. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. നല്ല അടിപൊളി വാട്ടർഫോൾസാണ്. ഇങ്ങനെ നമ്മൾ നേരെ ഇങ്ങനെ നടന്ന് നേരെ ഈ ഫോൾസിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ. എന്തായാലും നല്ല രസമുള്ള കാഴ്ചയാണ്. അപ്പോൾ ഇതാണ് ലക്കം വാട്ടർഫോൾസ്. ഇപ്പോൾ നല്ല രീതിയിൽ വെള്ളമുണ്ട്. നല്ല തണുപ്പുള്ള സമയമാണ്. ഏതാണ്ടൊരു 10-10:30 ആയിട്ടുണ്ടെങ്കിലും നല്ല തണുപ്പാണ്. ഇപ്പോൾ കുറച്ച് ആളുകൾ ഇവിടെ ഈ വെള്ളത്തിൽ കുളിക്കുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് അപകടം ഒന്നുമില്ലാത്ത ഒരു ഏരിയയാണ്. വാട്ടർഫോൾസ് ആണെങ്കിലും ഇവിടെ അധികം ആഴമില്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ഇവിടെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ തണുപ്പുള്ള വെള്ളമാണ്, ഭയങ്കര തണുപ്പാണ്. ഇവിടെ മുന്നറിയിപ്പിനായിട്ടൊരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് വനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പലതരത്തിലുള്ള അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലൊരു ബോർഡുണ്ട്. അപ്പോൾ വരുന്നവർ ഇതൊക്കെ കർശനമായിട്ട് പാലിക്കണം. കാരണം നമ്മുടെ സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഇവർ മാക്സിമം ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളും ഇതിലെ സേഫ്റ്റിയിൽ നമ്മളും കാര്യമായിട്ട് ഉത്തരവാദിത്വം എടുക്കണമെന്നാണ്. ഇവിടെ അതുപോലെ വേറെയും മുന്നറിയിപ്പ് ബോർഡ് നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടില്ലേ, വാട്ടർ മേ റൈസ് അറ്റ് എനി ടൈം, ബി കെയർഫുൾ. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും വെള്ളം ഉയരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പലരും അങ്ങനെ കുളിക്കാനുള്ള ശ്രമമാണ്. ഡ്രസ്സൊക്കെ മാറിയിട്ട് അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങേണ്ടത്. ഇത് വെള്ളം നല്ല തണുപ്പാണ് കേട്ടോ. നമ്മൾ കരുതുന്ന പോലെയല്ല, നല്ല തണുത്ത വെള്ളമാണ്. അപ്പോൾ ആളുകൾ പലരും ഇറങ്ങുന്നുണ്ട്, പലരും ഇറങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളെ കൊണ്ട് വന്നിട്ടുള്ള ആളുകളുണ്ട്. ഇവിടെ വലിയ ആഴമൊന്നുമില്ല. നല്ല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് വെള്ളത്തിൽ കുളിക്കാം. അതുപോലെ തന്നെ ഈ വെള്ളം, ഈ വാട്ടർഫോൾസ് കണ്ട്
ആസ്വദിക്കുക. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് വലിയ ഒരു അപകടം ഇല്ലാത്തൊരു, അതായത് വലിയ ആഴമൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. എനിക്കും വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങണമെന്നുണ്ട്, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാവരും തന്നെ ഇവിടെ ഇറങ്ങി നല്ല കുളിയും ഭയങ്കര എൻജോയ്മെൻ്റാണ്. അപ്പോൾ മൂന്നാറിൽ വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ്. നിങ്ങൾ വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞത് മറയൂർ റൂട്ടിലാണ്. അപ്പോൾ മൂന്നാറിൽ നിന്ന് 25 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇത് കാണുക, അതുപോലെ എൻജോയ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ലക്കം വാട്ടർഫാൾസിലെ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.